എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 26-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 26. വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനതോ യാതി നിധനം. വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ഒന്നുകൂടെ പറയാം. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരി ആപ്നോതി വിരതിം വിനാശം കീനാശ ഭജതി ധനതയാതി നിധനം. വിതന്ത്രീ മാഹേന്ദ്രീ വിതരിതപി സമ്മേലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ഇവിടെ പരാശക്തിയുടെയും പരമാത്മാവിൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പം ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ പ്രാധാന്യം. ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മാവ് പഞ്ചഭൂതത്തിലേക്ക് ലയിക്കുന്നു. വിഷ്ണുവും യോഗനിദ്രയിലേക്ക് അവസാനത്തെ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ ലയിച്ചു ചേരുമ്പോൾ വിഷ്ണുവും എന്തു ചെയ്യുന്നു? അവസാനത്തെ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ യോഗനിദ്രയെ പ്രാപിക്കുന്നു. അന്തകനും നശിക്കുന്നു. അന്തകൻ എന്ന് വെച്ചാൽ യമൻ. യമനും നശിക്കുന്നു. തെക്ക് ദിക്കിൻ്റെ അധിപനായ യമനും നശിക്കുന്നു. വടക്ക് ദിക്കിൻ്റെ അധിപനായ കുബേരനും മരിക്കുന്നു. 14 മനുക്കളുടെ സംഘവും കണ്ണു ചിമ്മി വിശേഷേണ അവരും എന്തു ചെയ്യുന്നു? ജാഠ്യയുക്തമായി തീർന്നു. എന്ന് വെച്ചാൽ അവരും 14 മനുക്കളുടെ സംഘവും കണ്ണു ചിമ്മിക്കൊണ്ട് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപ്രളയകാലത്തിൽ അല്ലയോ മഹാപതിവ്രതേ, നിന്തിരുവടിയുടെ ഭർത്താവായ ഈ പരമശിവൻ മാത്രം ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നു, മഹാതാണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാത്തിനും എന്താണ്? ഒരു അവസാനമുണ്ട്. പക്ഷേ അവസാനമില്ലാതിരിക്കുന്നത് ആർക്ക് മാത്രമാണ്? പരമശിവന് മാത്രമാണ്. അത് അല്ലയോ ദേവി, ദേവിയുടെ പാതിവൃത്യം മഹിമ കൊണ്ട് മാത്രമാണ്. ദേവിയുടെ ഭർത്താവായ പതിയായ ശിവൻ മാത്രം, പരമശിവൻ മാത്രം, സദാശിവൻ മാത്രം ഇവിടെ എന്തു ചെയ്യുന്നത്? നശിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മാവ് വിഷ്ണുവിൽ ലയിച്ചു ചേരുന്നു. അപ്പം ബ്രഹ്മാവ് എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉണ്ടായതാണ്. അപ്പം എന്തു ചെയ്യുന്നു? ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മാവ് വിഷ്ണുവിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ ഇവിടെ സൃഷ്ടി നടക്കുന്നില്ലെങ്കിൽ, ബ്രഹ്മാവ് ഇല്ലെങ്കിൽ പിന്നെ സൃഷ്ടിയില്ലല്ലോ. സൃഷ്ടി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആരെ പരിപാലിക്കാനാണ്? അപ്പോൾ ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുമ്പോൾ, ബ്രഹ്മാവ് വിഷ്ണുവിൽ ലയിച്ചു ചേരുമ്പോൾ പിന്നെന്താണ്? വിഷ്ണുവിന് അവിടെ ഒന്നിനെയും പരിപാലിക്കാനില്ല. അപ്പോൾ വിഷ്ണുവും എന്തു ചെയ്യുന്നു? അവസാനത്തെ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ വിഷ്ണു യോഗനിദ്രയിലാകുന്നു. യോഗനിദ്രയാകുമ്പോൾ യാതൊന്നിനെക്കുറിച്ചും ഒരറിവുമില്ല. അപ്പോൾ യോഗനിദ്രയാണ്. യോഗനിദ്രയെ പ്രാപിക്കുന്നു. അന്തകനും നശിക്കുന്നു. ഇപ്പം തെക്ക് ദിക്കിൻ്റെ അധിപനായ യമനും നശിക്കുന്നു. അതുപോലെ അന്തകൻ നശിക്കുന്നു. ധനത്തിൻ്റെ അധിപനായ കുബേരനും മരിക്കുന്നു. ധനത്തിൻ്റെ അധിപനായ കുബേരൻ്റെ ദിക്ക് വടക്കാണ്. ആ കുബേരനും മരിക്കുന്നു. 14 മനുക്കളുടെ സംഘവും കണ്ണു ചിമ്മി വിശേഷേണ ജാഠ്യയുക്തമായി തീരുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നാശത്തെ മടിയവും ഉറക്കവുമില്ലാത്ത 14 മനുക്കളുടെ സംഘവും കണ്ണു ചിമ്പിക്കൊണ്ട് ഈ മഹാപ്രളയത്തിൽ എന്തു ചെയ്യുന്നു? അവസാനിക്കുകയാണ്. അപ്പം മഹാപ്രളയകാലത്ത് സർവ്വതും നശിക്കുന്നു. എന്നാൽ അല്ലയോ മഹാപതിവ്രതേ, നിന്തിരുവടിയുടെ ഭർത്താവായ ഈ പരമശിവൻ മാത്രം ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പരമശിവൻ ക്രീഡിക്കുക എന്ന് വെച്ചാൽ മഹാതാണ്ഡവമാടുന്നു. അതാണ് മഹാപ്രളയം. മഹാപ്രളയത്തിൽ
മഹാപ്രളയം വരുമ്പോൾ സർവ്വതും നശിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു അവസാനവുമില്ലാതെ ഇരിക്കുന്നു. ബ്രഹ്മാദി സകല ദേവന്മാരും നശിച്ചു പോകുന്ന ബ്രഹ്മാണ്ഡ പ്രളയത്തിൽ നിന്തിരുവടി പതി ദേവിയുടെ പതി ഒരുവൻ മാത്രം ശേഷിക്കുന്നു. അത് അവിടുത്തെ പാതിവൃത്യ മഹിമ തന്നെ. ദേവിയുടെ പാതിവൃത്യ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ് മഹാപ്രളയത്തിൽ പരമശിവൻ അല്ലെങ്കിൽ സദാശിവൻ നശിക്കാതെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ, ദേവി ഒന്ന് കണ്ണ് ചിമ്മി അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ, എന്തുകൊണ്ടോ ആ പുരികക്കൊടി ഒന്ന് ചലിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് സൃഷ്ടി നടത്താനും ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ ദേവിയുടെ പിരികക്കൊടി ഒന്ന് അനങ്ങണം, ഒരു സമ്മതം കിട്ടണം എന്ന് പറഞ്ഞതുപോലെ ആ ദേവിയുടെ എല്ലാ ബ്രഹ്മാദി ദേവന്മാരും ബ്രഹ്മാദി മുതലായ സകല ദേവന്മാരും നശിച്ചു പോകുന്ന ബ്രഹ്മാണ്ഡ പ്രളയത്തിൽ ദേവിയുടെ പതി ഒരുവൻ മാത്രം ശേഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ്? അവിടുത്തെ പാതിവൃത്യ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ ഭർത്താവായ പരമശിവൻ ഇവിടെ ശേഷിക്കുന്നത്. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനതോ യാതി നിധനം വിതന്ത്രി മാഹേന്ദ്രീ വിതരിതവി സമ്മേലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.